അങ്ങനെ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയും തീരുമാനമാവാതെ പിരിഞ്ഞു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ രണ്ടിടങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിലാണ് ചർച്ച നടന്നത്. 3 കേന്ദ്രമന്ത്രിമാരാണ് കർഷക സംഘടനാ നേതാക്കളുമായി വ്യാഴാഴ്ച രാത്രി മുതൽ 5 മണിക്കൂറിലധികം നീണ്ട ചർച്ച നടത്തിയത്. ഞായറാഴ്ച മറ്റൊരു റൗണ്ട് ചർച്ച നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. സെക്ടർ 26-ലെ മഹാത്മാഗാന്ധി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നടന്ന യോഗത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും പങ്കെടുത്തിരുന്നു. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് എന്നിവർ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിലെ തീരുമാനങ്ങൾ പോസിറ്റീവാണെന്ന് യോഗത്തിന് ശേഷം അർജുൻ മുണ്ട പറഞ്ഞു. ഇരുവിഭാഗവും ഓരോ വിഷയത്തിലും വിശദമായ ചർച്ച നടത്തിയെന്നും നിരവധി വിഷയങ്ങളിൽ സമവായത്തിലെത്തിയെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞു. ഇരുവിഭാഗവും തമ്മിലുള്ള മൂന്നാം ഘട്ട ചർച്ചയായിരുന്നു ഇത്. ഫെബ്രുവരി 8, 12 തീയതികളിൽ നടന്ന 2 ഘട്ട ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് അവസാനിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത കർഷക നേതാക്കളിൽ SKM നേതാവ് ജഗ്ജിത് സിംഗ് ധല്ലേവാൾ, കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തർ എന്നിവരും ഉൾപ്പെടുന്നു. മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഫെബ്രുവരി 13 മുതൽ 200-ലധികം കർഷക യൂണിയനുകൾ ഡൽഹിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത്. ഇതിനിടെ ഭാരതീയ കിസാൻ യൂണിയന്റെ സംയുക്ത കിസാൻ മോർച്ച പഞ്ചാബ് ഘടകത്തിന്റെ ഹർമീത് സിംഗ് ഘാഡിയൻ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് ബന്ദ് അവസാനിക്കും. പഞ്ചാബിലെ മിക്ക സംസ്ഥാന ദേശീയപാതകളും ഇന്ന് 4 മണിക്കൂർ അടച്ചിട്ടു. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരെ ചൊവ്വാഴ്ച ഡൽഹി പോലീസ് സമീപ അതിർത്തികളിൽ തടഞ്ഞത് അക്രമത്തിലേക്ക് നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സമാന ചിന്താഗതിക്കാരായ എല്ലാ കർഷക സംഘടനകളോടും ഒന്നിച്ച് രാജ്യവ്യാപക പണിമുടക്കിൽ പങ്കെടുക്കാൻ SKM ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഗതാഗതം, കാർഷിക പ്രവർത്തനങ്ങൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ ജോലികൾ, സ്വകാര്യ ഓഫീസുകൾ, വില്ലേജ് ഷോപ്പുകൾ, ഗ്രാമീണ വ്യാവസായിക സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവ ഭാരത് ബന്ദിന് ഇന്ന് അടച്ചിടും. ആംബുലൻസ്, ആശുപത്രി, പത്രവിതരണം, വിവാഹം, മെഡിക്കൽ ഷോപ്പുകൾ, ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ പണിമുടക്ക് ബാധിക്കില്ല. അതേസമയം ഭാരത് ബന്ദ് കേരളത്തെ സാരമായി ബാധിക്കില്ല. ഇന്നലെയും കർഷകർ ഡൽഹി ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിയിരുന്നു. കൂടാതെ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു അതിർത്തിക്കടുത്തുള്ള ഏറ്റവും വലിയ ജംഗ്ഷനായ രാജ്പുര റെയിൽവേ ജംഗ്ഷനിലെ ട്രാക്കുകളിൽ ഇരുന്നുകൊണ്ട് 200-ലധികം കർഷകർ ട്രെയിൻ തടയൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശംഭു അതിർത്തിയിൽ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച കർഷകരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. കൂടാതെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ കർഷകരുടെ ട്രാക്ടറുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. കർഷകർ ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഏതായാലും ഈ കർഷക സമരം ചരിത്രം കുറിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.